സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും. ഇരുവരുടെയും യൂട്യൂബ് ചാനൽ പ്രശസ്തമാണ്. അതേസമയം വിവാദങ്ങളും എന്നും ഇവരെ തേടിയെത്താറുണ്ട്. തങ്ങളുടെ മക്കൾക്ക് പേരിട്ട് എയറിലായ ദമ്പതിമാരാണ് വിജയ് മാധവും ദേവികയും. ഇപ്പോഴിതാ വീണ്ടും എയറിലായിക്കൊണ്ടിരിക്കുകയാണ് വിജയ് മാധവും ദേവികയും. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന തംബ്നെയിലോടെ പങ്കുവച്ച വീഡിയോയാണ് താരങ്ങളെ വിട്ടിലാക്കിയിരിക്കുന്നത്. വിവാദമായതോടെ വീഡിയോ ചാനലിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ ഇറ്റ്സ് മീ കൈസ് പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. വിജയ് മാധവിന്റെയും ദേവികയുടെയും വീഡിയോയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കൈസ് റിയാക്ഷൻ വീഡിയോയിൽ ഉന്നയിക്കുന്നത്. പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന് ദേവിക വിജയ് മാധവിനോട് ചോദിക്കുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത്. ഈ ഒരു ചോദ്യത്തോടുകൂടി ആകാശത്തേക്കുള്ള അടുത്ത യാത്ര നമ്മൾ തുടങ്ങുകയാണെന്ന് വിജയ് തമാശ രൂപേണ പറയുന്നുണ്ട്. ആത്മജ സെന്ററിൽ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണികളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് വിജയ് പറയുന്നത്. ഓരോരുത്തർ ക്ലാസ്സിൽ കയറി 3-4 മാസം കഴിയുമ്പോൾ പോകുന്നത് കണ്ട് സാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഛർദി കാരണം 2-3 മാസം കഴിയുമ്പോൾ തന്നെ നിർത്തുമെന്നും വിജയ് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ബിന്നി കൃഷ്ണകുമാർ ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നു. അതിൽ ചേച്ചി പറയുന്നുണ്ട്, ചേച്ചി പാട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാർ ഗർഭിണികളാകുന്നുവെന്ന്. അപ്പോഴാണ് എനിക്കും സ്ട്രൈക്ക് ചെയ്തതെന്നാണ് വിജയ് പറയുന്നത്. ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയും കർണാട്ടിക് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമായി ഒരു സെഗ്മെന്റ് ഉണ്ടാകുമെന്നും താരങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഇതിനർത്ഥം പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകും എന്നല്ല, വന്ധ്യതാ ചികിത്സ വേണ്ട, ഞങ്ങൾ ശരിയാക്കി തരാം എന്നല്ലെന്നും വിജയ് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്, ഇതും കൂടെ 3-4 മാസം ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചാലോ എന്നാണ് വിജയ് പറയുന്നത്. വിജയ് മാധവിനെയും ദേവിക നമ്പ്യാരെയും കടുത്ത ഭാഷയിലാണ് കൈസ് പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. ശാസ്ത്രം തോറ്റു, പാട്ട് ജയിച്ചു, ഇവിടുത്തെ ഫെർട്ടിലിറ്റി സെന്ററുകൾ അടിച്ചു പൂട്ടേണ്ടി വരുമല്ലോ എന്നാണ് കൈസ് തമാശ രൂപേണ ചോദിക്കുന്നത്. ആത്മീയതയ്ക്കും അന്ധവിശ്വാസത്തിനും ഒരു പരിധിയില്ലേ, എന്തും വിളിച്ചു പറയാമെന്നാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. മ്യൂസിക് പഠിപ്പിക്കുന്ന സാറിനെയും പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെയും എയറിൽ കയറ്റും വിജയ് മാധവ്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, വെറുതെ പാട്ട് പഠിക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കരുതെന്നും കൈസ് പറയുന്നുണ്ട്. ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും മനുഷ്യനുണ്ടായിരുന്ന കാലം മുതൽ നടക്കുന്നതാണ്, അതങ്ങനെ നടന്നോളും, അത് നിന്റെ പാട്ട് പഠിക്കേണ്ടതില്ല, ഒരാണും പെണ്ണും വിചാരിച്ചാൽ മാത്രം മതിയെന്നും കൈസ് പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ വേറെയും യൂട്യൂബർമാർ വിജയ് മാധവിനും ദേവിക നമ്പ്യാർക്കുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചാനലിൽ നിന്നും വീഡിയോ പിൻവലിച്ചത്. വിവാദങ്ങളോട് താരദമ്പതിമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.